ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ICSE ഇംഗ്ലീഷ് ലാംഗ്വേജിലെ മോസ്റ്റ് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കുറച്ച് പ്രപ്പോസിഷൻസും അതിൻ്റെ യൂസേജ് എക്സ്പ്ലനേഷനും എക്സാമ്പിൾസും ആയിട്ടാണ്. സോ ഡോണ്ട് സ്കിപ്പ് ദിസ് വീഡിയോ, വാച്ച് ടിൽ ദ എൻഡ്. അത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, മെജോറിറ്റിക്കും മാർക്ക് പോകുന്ന സെക്ഷനാണ് പ്രപ്പോസിഷൻസ്. സോ പ്രപ്പോസിഷൻ്റെ കറക്റ്റ് യൂസേജസും ആൻഡ് കുറച്ച് എക്സാമ്പിൾസും ആണ് ഓഫ് കോമൺലി കൺഫ്യൂസിംഗ് പ്രപ്പോസിഷൻസ്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ക്ലാസ്. ഒന്നാമത്തെ പ്രപ്പോസിഷനാണ് ഇൻ ആൻഡ് ഇൻ ടു. ഓക്കെ, സോ ഹിയർ ഇൻ ഷോസ് ദ പൊസിഷൻ ഓർ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ പറയുകയാണ് ദ ബുക്ക് ഇസ് ഇൻ ദ ബാഗ്. ഓക്കെ, അതായത് ബാഗിൻ്റെ അകത്ത് ഒരു സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണ് എന്തിരിക്കുന്നത്, ബുക്ക് ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ഇൻ ഷോസ് ദ പൊസിഷൻ ഓർ എ സ്റ്റേറ്റ് ഓർ റെസ്റ്റ് പൊസിഷൻ അത് കാണിക്കാൻ ഉപയോഗിക്കുന്ന ഫ്രേസൽ വെർബ് അല്ലെങ്കിൽ പ്രപ്പോസിഷനാണ് ഇൻ എന്ന് പറയുന്നത്. ഓക്കെ, വേറാസ് ഇൻ ടു റെഫേഴ്സ് ടു എ മൂവ്മെന്റ് ഫ്രം ഔട്ട്സൈഡ് ടു ഇൻസൈഡ്. ഫോർ എക്സാമ്പിൾ ഷീ വെൻറ്റ് ഇൻ ടു ദ റൂം, അതായത് പുറത്തു നിന്നും അവൾ ഉള്ളിലേക്ക് പോയി. ഓക്കെ, സോ ദർ ഇസ് എ മൂവ്മെന്റ് ഇൻവോൾവ് ഫ്രം ഔട്ട്സൈഡ് ടു ഇൻസൈഡ്. ഓക്കെ, അങ്ങനെ ഒരു മൂവ്മെന്റ് ഉള്ളപ്പോഴാണ് നമ്മൾ എന്ത് ഫ്രേസൽ വെർബ് ഉപയോഗിക്കുക, ഇൻ ടു എന്ന് പറയുന്ന ഒരു ഫ്രേസൽ വെർബ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ സോ ഇൻ ഷോസ് എ സ്റ്റേറ്റ് ഓഫ് പൊസിഷൻ, ഓക്കെ, അല്ലെങ്കിൽ ഒരു റെസ്റ്റ് ആണ്, വൈൽ ഇൻ ടു represents a state of motion from outside to inside. Okay, next one is on and upon. On and upon എന്താ നോക്കാം. on indeed shows a position. അതെന്താ കാണിക്കുന്നത്, ഒരു പൊസിഷനാണ് ഓൺ എന്ന് കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ദ ബുക്ക് ഇസ് ഓൺ ദ ടേബിൾ. അപ്പം ബുക്ക് നമ്മൾ ടേബിളിൻ്റെ മണ്ടയിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അവിടെ ഒരു പോയിന്റ് ഓഫ് കോൺടാക്ട് വരുന്നുണ്ട് അല്ലേ. ഇറ്റ് ഷോസ് എ പൊസിഷൻ. ആ ബുക്ക് ടേബിളിൻ്റെ മണ്ടയിൽ ഇരിക്കുന്നു, അതായത് ആ സർഫസുമായിട്ടൊരു കോൺടാക്ട് ഉണ്ട്. ഓക്കെ, പക്ഷേ അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അപ്പോൾ എംഫസൈസസ് ദ ആക്ഷൻ ഓർ ദ മൂവ്മെന്റ്. ഓക്കെ, ഹി ജംപ്ഡ് അപ്പോൺ ദ ഹോസ്. ഒരു ആക്ഷനെ കാണിക്കുകയാണ് അത് ചെയ്യുന്നത്. ഹി ജംപ്ഡ് അപ്പോൺ ദ ഹോസ് എന്ന് വെച്ചാൽ കുതിരയുടെ മുകളിലേക്ക് കയറി. ഓക്കെ, അപ്പോൾ ഒരു ആക്ഷനെ കാണിക്കുകയാണ് അല്ലെങ്കിൽ ഒരു മൂവ്മെന്റിനെ കാണിക്കുകയാണ്, മറ്റേത് ഒരു പൊസിഷനാണ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് അറ്റ് ആൻഡ് ഇൻ. ഓക്കെ, അപ്പം അറ്റ് എന്താ കാണിക്കുക, അറ്റ് ഇസ് യൂസ് ഫോർ എ പോയിന്റ് ഓർ എക്സാക്ട് പ്ലേസ്, അതായത് എക്സാക്ട് ഒരു പൊസിഷൻ കാണിക്കുന്നു. ഹി ഇസ് അറ്റ് ദ ഡോർ, അതായത് അവൻ ഡോറിൻ്റെ വാതിലിൻ്റെ അടുത്ത് നിൽക്കുന്നു. അപ്പോൾ എക്സാക്ട് പൊസിഷൻ പിൻ പോയിന്റ് ചെയ്ത് അവിടെ കാണിക്കുന്നുണ്ട്. ഹി ഈസ് അറ്റ് ദ ഡോർ. എക്സാക്ട് പൊസിഷൻ അല്ലെങ്കിൽ എക്സാക്ട് പ്ലേസ് അവിടെ നമുക്ക് വ്യക്തമാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, അറ്റ് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ അവിടെ ഉപയോഗിക്കുക. ഓക്കെ, വേറാസ് ഇൻ ഇസ് യൂസ്ഡ് ഫോർ എ ലാർജർ ഏരിയ ഓർ എൻക്ലോഷർ. ഒരു വൈഡർ ഏരിയയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രപ്പോസിഷനാണ് ഇൻ എന്ന്. ഫോർ എക്സാമ്പിൾ ഷീ ലിവ്സ് ഇൻ ഡൽഹി, ഷീ ലിവ്സ് ഇൻ കേരള, ഷീ ലിവ്സ് ഇൻ കൊൽക്കത്ത. ഓക്കെ, അപ്പോൾ ഒരു വൈഡർ ഏരിയ, ഒരു വൈഡർ എൻക്ലോഷർ കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രപ്പോസിഷനാണ് എന്തെന്ന് പറയുക, ഇൻ. ആൻഡ് അറ്റ് ഇസ് യൂസ്ഡ് ടു എക്സാക്ട്ലി പിൻ പോയിന്റ് ദ പൊസിഷൻ. അറ്റ് ദ ഡോർ, at the gate, there is someone at the door. At the door എന്നാണ് പറയുന്നത്, എക്സാക്ട്ലി ഡോറിന്റെ അരികിൽ നിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ബൈ ആൻഡ് വിത്ത്. ഓക്കെ, അപ്പോൾ ബൈ എന്താ നോക്കുന്നത്, ബൈ ഷോസ് ദ ഡൂവർ ഓർ മീൻസ്. ഓക്കെ, അതായത് ദ ലെറ്റർ വാസ് റിട്ടൺ ബൈ ഹിം. ആരാണ് ലെറ്റർ എഴുതിയത്, ആ ഡൂവർ, അയാളെ അല്ലെങ്കിൽ എന്ത് വഴിയാണ് എഴുതിയത്, ആ ഒരു പൊസിഷൻ, ആ ഒരു ആക്ഷൻ അവിടെ കാണിക്കുന്നത് ആരെയാണ് അല്ലെങ്കിൽ ആരാലാണ് അത് എഴുതപ്പെട്ടത്. അങ്ങനെ ഒരു ആ ആക്ഷൻ ചെയ്ത ആക്ഷൻ്റെ ആ ഡൂവറിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ബൈ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ. ഓക്കെ, വിത്ത് എന്ന് പറഞ്ഞാൽ എന്ത് വെച്ച് എഴുതി അല്ലെങ്കിൽ ബൈ വാട്ട് മീൻസ് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിത്ത് എന്ന് ഉപയോഗിക്കുന്നത്. ഹി റോട്ട് വിത്ത് എ പെൻ, പേനെ ഉപയോഗിച്ച് എഴുതി. ആരാണ് അത് എഴുതിയത്, രാഹുൽ അല്ലെങ്കിൽ ഹി ആണെങ്കിൽ അതാണ് ആ ഡുവറിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രപ്പോസിഷൻ ആണ് എന്ത്, ബൈ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദ മോസ്റ്റ് ചാലഞ്ചിങ് വൺ, ഫോർ ആൻഡ് സിൻസ്. ഓക്കെ, ഫോർ എന്താ ഉപയോഗിക്കുക, ഫോർ ഇസ് യൂസ്ഡ് വിത്ത് എ പീരീഡ് ഓഫ് ടൈം. ഓക്കെ, ഒരു പീരീഡ് ഓഫ് ടൈമിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർ ഉപയോഗിക്കുന്നത്. സിൻസ് ഇസ് യൂസ്ഡ് വിത്ത് എ പോയിന്റ് ഓഫ് ടൈം. ഒരു പെർട്ടിക്കുലർ പോയിന്റ് സ്പെസിഫിക് ആയിട്ട് നമ്മൾ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈം സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രേസ് പ്രപ്പോസിഷനാണ് ഫോർ എന്ന്, സിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഐ ഹാവ് ലിവ്ഡ് ഹിയർ സിൻസ് 2015. അവിടെ എക്സാക്ട്ലി 2015 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഓഫ് ടൈം എക്സാക്റ്റ് ആയിട്ട് പോയിന്റ് ചെയ്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സ്പെസിഫിക് ടൈമിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് സിൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഒരു പീരീഡ് ഓഫ് ടൈമിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രപ്പോസിഷനാണ് ഫോർ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഐ ഹാവ് ലിവ്ഡ് ഹിയർ ഫോർ 10 years. അപ്പോൾ ആ ടൈം ഡ്യൂറേഷനെ കാണിക്കുന്നതാണ്. ഹൗ ലോങ് ദ പേഴ്സൺ അല്ലെങ്കിൽ ആരാണോ അവിടെ താമസിച്ചിരുന്ന ആ ടൈം ഡ്യൂറേഷനെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയാം, ഫോർ എന്ന് പറയുന്നത്. ഒരു ഡ്യൂറേഷനെ കാണിക്കാനായിട്ട് എക്സാക്ട്ലി നമ്മളൊരു ടൈം മെൻഷൻ ചെയ്ത് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന പ്രപ്പോസിഷൻ ഏതാണ്, സിൻസ് ആണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ബിറ്റ്വീൻ ആൻഡ് എമംഗ് എന്താ നോക്കാം. ഓക്കെ, അവരെ ഏത് കോണ്ടെക്സ്റ്റാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുക, ബിറ്റ്വീൻ ഇസ് യൂസ്ഡ് ഫോർ ടു പേഴ്സൺസ് ഓർ തിങ്. രണ്ട് പേരുടെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് നമ്മൾ ബിറ്റ്വീൻ ഉപയോഗിക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഡിവൈഡ് ദ സ്വീറ്റ്സ് ബിറ്റ്വീൻ ദ ടു ബോയ്സ്, അതായത് രണ്ട് പേർക്കും കൂടി ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ബിറ്റ്വീൻ ഇസ് യൂസ്ഡ് when there are two persons mentioned in the question. Okay, among is used for more than two persons. Okay, he was sitting among his friends. അപ്പം പ്രോബബ്ലി അവിടെ രണ്ട് ഫ്രണ്ട്സ് കൂടുതലുണ്ടാവാം. ഓക്കെ, അപ്പോൾ രണ്ട് പേര് കൂടുതൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്രപ്പോസിഷനാണ് among. പക്ഷേ ഒരാളെ അല്ലെങ്കിൽ രണ്ട് പേരെ ഉള്ളെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രപ്പോസിഷനാണ് എന്ത്, ബിറ്റ്വീൻ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് beside and besides.
beside and besides. Okay, അപ്പം നമുക്കത് എന്താ നോക്കാം. beside എന്താ പറയുന്നത്? beside means next to. okay, adjacent ആയിട്ട് എന്ന് പറയാണ് besides കൊണ്ട് ഉപയോഗിക്കുന്നത്, beside കൊണ്ട് ഉപയോഗിക്കുന്നത്. whereas besides means in addition to, അതായത് അത് കൂടാതെ. ഓക്കെ, അപ്പം നോക്കിക്കേ, he sat beside me, അതായത് എൻ്റെ അരികിൽ ഇരുന്നു. ഓക്കെ, അല്ലെങ്കിൽ the mother sat beside the sick child, sick childന്റെ അരികിൽ അമ്മ ഇരുന്നു എന്ന് പറയാം. beside means next to അല്ലെങ്കിൽ adjacent എന്ന് ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രപ്പോസിഷൻ ആണ് beside. ഓക്കെ, ആൻഡ് besides means in addition to, അത് കൂടാതെ. ഓക്കെ, besides English he studies Hindi, അതായത് ഇംഗ്ലീഷിന് പുറമെ അവൻ എന്തും കൂടെ പഠിക്കുന്നുണ്ട്, ഹിന്ദിയും കൂടെ പഠിക്കുന്നുണ്ട്. അതായത് ഒരു ഓൾറെഡി ഉള്ള ഒരെണ്ണത്തിന് എക്സ്ട്രാ ആയിട്ട് ചെയ്യുക. ഓക്കെ, ഇൻ അഡീഷൻ ആയിട്ട് ചെയ്യുക, അതിനെ വിളിക്കുന്ന പേര്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന പ്രപ്പോസിഷൻ ആണ് എന്ത്? besides എന്ന് പറയുന്നത്. ഓക്കെ, അവിടെയാണ് നമ്മൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? besides എന്ന് പറയുന്ന ഒരു പ്രപ്പോസിഷൻ ഉപയോഗിക്കുക. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് above and over. above എന്ന് പറഞ്ഞാൽ എന്താ? above shows a higher position, അതായത് ഒരു ഹൈറാർക്കി അത് കാണിക്കുന്ന, അല്ലെങ്കിൽ അത് ഒരു സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ അങ്ങനെ ചിന്തിക്കാം, അല്ലെങ്കിൽ ഒരു ഹയർ പൊസിഷൻസ് കാണിക്കുന്ന ഒരു വേർഡാണ് എന്ത്? above എന്ന് പറയുന്നത്. ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോയിങ് മൂവ്മെന്റ്, ഷോയിങ് കവറിങ് ഓർ മൂവ്മെന്റ് അക്രോസ്, അതാണ്. ഓക്കെ, അതൊരു കവറിങ്, ഒരു വൈഡർ ഏരിയ കവർ ചെയ്യുക, ടച്ച് ചെയ്യാതെ കവർ ചെയ്യുക, അങ്ങനെ. അതായത് ദ ക്ലൗഡ്സ് ഹങ് ഓവർ ദ ഫീൽഡ്. ഓക്കെ, അതായത് ടച്ച് ചെയ്യാതെ എന്നാൽ മുകളിൽ കൂടെ അവിടെ ഒരു മോഷൻ ഉണ്ട്. ഓക്കെ, അവിടെ ഒരു ഓൾറെഡി ഓവർ ആണെങ്കിൽ അവിടെ ഉറപ്പായിട്ട് അവിടെ എന്ത് കാണും? ഒരു മൂവ്മെന്റ് കാണും. ഓക്കെ, ഒരു മൂവ്മെന്റ് ആണ്. ഇപ്പോൾ നോക്കിക്കേ, ദ പ്ലെയിൻ ഫ്ലൂ ഓവർ ദ സിറ്റി, അതായത് സിറ്റിയുടെ മുകളിലൂടെ അത് അവിടെ ഒരു മൂവ്മെന്റ് ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ദ ഫോഗ് അല്ലെങ്കിൽ ദ മിസ്റ്റ് ഹങ് ഓവർ ദ ഫീൽഡ്, അതായത് ആ ഫീൽഡിന്റെ മണ്ടയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്, അവിടെ ഉറപ്പായിട്ട് ഒരു മൂവ്മെന്റ് ഉണ്ട്. ഓക്കെ, പക്ഷേ എബവ് ആണെങ്കിൽ എന്താ? ഒരു പൊസിഷൻ മാത്രമാണ്, അവിടെ നിന്നുകൊണ്ട് അവിടെ അത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുമായിരിക്കും എബവ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഫാൻ ഇസ് എബവ് ദ ടേബിൾ, അതായത് ടേബിളിന്റെ മുകളിലാണ് ഫാൻ. ഓക്കെ, അല്ലാതെ അത് പറന്നു പോകുന്നില്ല. പക്ഷേ ഓവർ ആണെങ്കിൽ അവിടെ ഉറപ്പായിട്ട് എന്ത് കാണും? ഒരു മൂവ്മെന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ബിലോ ആൻഡ് അണ്ടർ. ബിലോ ആൻഡ് അണ്ടർ എന്താ നമുക്ക് നോക്കാം. ബിലോ മീൻസ് ഷോസ് a lower level, ഒരു ലോവർ, കമ്പാരിറ്റീവ്ലി ഒരു ലോവർ ലെവൽ കാണിക്കാനാണ് നമ്മൾ ബിലോ ഉപയോഗിക്കുന്നത്. അണ്ടർ ആണെങ്കിൽ എന്താ? അണ്ടർ ഷോസ് എ ഡയറക്റ്റ് കൺട്രോൾ ഓർ കവർ, അതിനെയാണ് നമ്മൾ അണ്ടർ ഉപയോഗിച്ച് ചെയ്യുന്നത്. ഓക്കെ, ദ വാലി ലൈസ് ബിലോ ദ ഹിൽ. ഓക്കെ, ദ വാലി ലൈസ് ബിലോ ദ ഹിൽ, അതായത് ഒരു ലോവർ പൊസിഷൻ, അതായത് കുന്നിന്റെ താഴ്വശം, അങ്ങനെ കാണിക്കാനാണ് നമ്മൾ ബിലോ എന്ന് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ അണ്ടർ ഉപയോഗിക്കില്ല. ഓക്കെ, ദ കാറ്റ് ഇസ് അണ്ടർ ദ ടേബിൾ, ഇറ്റ് ഷോസ് ദാറ്റ് ദ കാറ്റ് ഹാസ് കംപ്ലീറ്റ്ലി ക്രെപ്റ്റ് ഇൻസൈഡ് ദ ടേബിൾ. ഇൻസൈഡ് അല്ല, അണ്ടർ ദ ടേബിൾ, അതിന്റെ അടിയിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് കാറ്റ് എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബിലോ എന്ന് ഉപയോഗിക്കില്ല. ബിലോ എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറൻസ് കാണിക്കാനായിട്ട്. ഓക്കെ, കംപ്ലീറ്റ് ആ ഒരു ഡിഫറൻസ് കാണിക്കാൻ വേണ്ടി, അതായത് നമ്മുടെ ഹില്ലിന്റെ, ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് ദ വാലി ലൈസ് ബിലോ ദ ഹിൽ, ആ ഹില്ലിന്റെ പൊസിഷനിൽ നിന്നും കമ്പാരിറ്റീവ്ലി ലോവർ ആണ് ആരുടെ പൊസിഷൻ? നമ്മുടെ വാലിയുടെ പൊസിഷൻ. അങ്ങനെ ഒരു ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ബിലോ ഉപയോഗിക്കുക. ആൻഡ് അണ്ടർ ഇസ് കംപ്ലീറ്റ്ലി എന്താണ്? അണ്ടർ ദ കൺട്രോൾ. ഓക്കെ, അതായത് കൺട്രോൾ ഡയറക്ട്ലി ഓവർ ഓർ കൺട്രോൾ, അതിനെ വിളിക്കുന്ന അപ്പം നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? അണ്ടർ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ദ കാറ്റ് ഇസ് അണ്ടർ ദ ടേബിൾ എന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ്ലി എന്ത് ചെയ്തു? ടേബിളിന്റെ അടിയിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ടു ആൻഡ് ടുവേർഡ്സ്. ടു എന്ന് പറഞ്ഞാൽ എന്താ? ടു ഷോസ് ഡെസ്റ്റിനേഷൻ, നമ്മൾ ഏത് ഡെസ്റ്റിനേഷനിലേക്കാണ്. ഫോർ എക്സാമ്പിൾ ഐ വെന്റ് ടു സ്കൂൾ, അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് ഒരു ഡെസ്റ്റിനേഷൻ കാണിക്കുന്നുണ്ട്, എൻ്റെ ഡെസ്റ്റിനേഷൻ ഇതാണ് എന്ന് കാണിക്കുന്നുണ്ട്. ടുവേർഡ്സ് മീൻസ് ഡയറക്ഷൻ ആണ്, നമ്മൾ റാൻഡമായിട്ട് ഡയറക്ഷനിൽ വാക്ക് ചെയ്യുക. ഹി വാക്ക് ടുവേർഡ്സ് എ പാർക്ക്, അപ്പം ടുവേർഡ്സ് ഒരു ഡയറക്ഷൻ കാണിക്കാനാണ്. മറ്റത് കറക്റ്റ് ഒരു ഡെസ്റ്റിനേഷൻ ആണ്, നമ്മൾ ജേർണി എങ്ങോട്ടേക്കാണ് ബൗണ്ട് ആയിരിക്കുന്നത് അത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രപ്പോസിഷൻ ആണ് ടു എന്ന് പറയുന്നത്. ബട്ട് ടുവേർഡ്സ് ഷോസ് എ മിയർ ഡയറക്ഷൻ മാത്രമാണ് അത് കാണിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഓഫ് ആൻഡ് ഫ്രം. ഓഫ് എന്താ കാണിക്കുക? ഓഫ് ഷോസ് എ പൊസഷൻ ഓർ ദ റിലേഷൻ. ഓക്കെ, പക്ഷേ ഫ്രം ആണെങ്കിൽ ഫ്രം ഷോസ് എ സെപ്പറേഷൻ ഓർ ഒറിജിൻ. ഓക്കെ, സെപ്പറേഷൻ അല്ലെങ്കിൽ ഒറിജിൻ ആണ് കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ദ കവർ ഓഫ് ദ ബുക്ക് ഇസ് ടോൺ, അപ്പം ഓഫ് ആ ബുക്കിന്റെ കവർ, അപ്പോൾ പൊസഷൻ ബുക്കിന്റെ എന്ന് പറയുന്ന പൊസഷൻ അല്ലെങ്കിൽ ആ റിലേഷൻ ബുക്കിന്റെ കവറാണ് എന്ന് കാണിക്കാൻ ഉള്ള ആ ഒരു റിലേഷൻ അല്ലെങ്കിൽ ആ പൊസഷനെയാണ് നമ്മൾ ഓഫ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ഫ്രം എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രം മീൻസ് ഒറിജിൻ അല്ലെങ്കിൽ ഷോസ് സെപ്പറേഷൻ, അതായത് ദ ചൈൽഡ് വാസ് സെപ്പറേറ്റഡ് ഫ്രം ഇറ്റ്സ് മദർ. ഓക്കെ, അതൊരു സെപ്പറേഷൻ കാണിക്കാൻ അല്ലെങ്കിൽ ആ പ്ലേസ് ഓഫ് ഒറിജിൻ കാണിക്കാൻ. ഹി കെയിം ഫ്രം കൽക്കട്ട, അതായത് അവൻ്റെ പ്ലേസ് ഓഫ് ഒറിജിൻ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഫ്രം എന്ന് പറയുന്ന പ്രപ്പോസിഷൻ കോമൺ ആയിട്ടും ഉപയോഗിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എബൌട്ട് ആൻഡ് ഓൺ. എബൌട്ട് എന്താണ്? എബൌട്ട് മീൻസ് റിഗാർഡിങ് സംതിങ്, അങ്ങനെ ഉപയോഗിക്കുന്ന ഫ്രേസൽ ഒരു പ്രപ്പോസിഷൻ ആണ് എന്ത്? എബൌട്ട്. ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? ഓൺ ഇസ് യൂസ് ഫോർ എ മോർ ഫോർമൽ ആൻഡ് സ്പെസിഫിക് സബ്ജക്റ്റ്. ഒരു സ്പെസിഫിക് സബ്ജക്റ്റിന് അല്ലെങ്കിൽ ഒരു ഫോർമൽ ആയിട്ടുള്ള സബ്ജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടോണാണ് ആരെന്ന് പറയുക? ഓൺ എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ എബൌട്ട് ഹി ടോക്ഡ് എബൌട്ട് ദ മാച്ച്, അതായത് ജസ്റ്റ് ആയിട്ടൊരു റാൻഡം ടോക്ക്. ഓക്കെ, ആ മാച്ചിനെ പറ്റിയിട്ട്
അതായത് അതിനെക്കുറിച്ച് പറയുക. ഓക്കെ, ഇന്നലെ നടന്നൊരു മാച്ച് ആവാം, അതിനെപ്പറ്റി സംസാരിക്കുക. ഓക്കെ, അതിനെയാണ് അപ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, എബൌട്ട് എന്ന് ഉപയോഗിക്കുക. ഇനി ഓൺ എന്ന് പറഞ്ഞാൽ വളരെ സയന്റിഫിക് ആയിട്ട് അല്ലെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ നോളജബിൾ ആയിട്ട് ഒരു സബ്ജക്റ്റിനെ പറ്റി, ഒരു സ്പെസിഫിക് സബ്ജക്റ്റിനെ പറ്റി നമ്മൾ എന്തെങ്കിലും ഒരു സ്പീച്ച് നടക്കുക അങ്ങനെ എന്തെങ്കിലും പറയാം. ഫോർ എക്സാമ്പിൾ സെമിനാറോ അല്ലെങ്കിൽ സയൻസ് ഏതെങ്കിലും ടോപ്പിക്കിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, ഓൺ മീൻസ് സ്പെസിഫിക് സബ്ജക്ട്. ഓക്കെ, മറ്റേ റാൻഡമായിട്ട് നമ്മൾ വിശേഷങ്ങളൊക്കെ പറയുന്ന പോലെ അങ്ങനെ സംസാരിക്കുമ്പോഴാണ് നമ്മൾ എബൌട്ട് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ കോമൺലി യൂസ് ചെയ്യാറുള്ളത്. Next one is after and behind. Okay, after means refer to time, ഒരു ടൈമിന് ശേഷം. പക്ഷേ behind refers to position. Okay, after the lunch അല്ലെങ്കിൽ after the breakfast. ഓക്കെ, അങ്ങനെയൊക്കെ, അതായത് ഒരു ടൈമിന് ശേഷം, ഒരു ടൈം ഇൻ്റർവെലിന് ശേഷം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, ആഫ്റ്റർ എന്ന് ഉപയോഗിക്കുക. ബിഹൈൻഡ് റെഫേഴ്സ് ടു പൊസിഷൻ. ഫോർ എക്സാമ്പിൾ ദ ബോയ് സ്റ്റുഡ് ബിഹൈൻഡ് ദ ഡോർ, അതായത് ഡോറിൻ്റെ പുറകിൽ എന്ന പൊസിഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, ബിഹൈൻഡ് എന്ന് പറയുന്ന പ്രപ്പോസിഷൻസ് ഉപയോഗിക്കുക. ഓക്കെ, and next one is during and for. Okay, during and for എപ്പോഴാണെന്ന് നോക്കാം. എക്സ്പ്ലനേഷൻ ഫോർ ഡ്യൂറിങ് ഷോസ് സംതിങ് ഹാപ്പനിങ് വിത്തിൻ എ ടൈം പീരീഡ്. ടൈം പീരീഡിൽ, അതായത് ഒരു ഇന്റർവെൽ ഓഫ് ടൈമിൽ നടക്കുന്ന കാര്യം. ഫോർ എക്സാമ്പിൾ ഹി സ്ലെപ്റ്റ് ഡ്യൂറിങ് ദ ക്ലാസ്, അതായത് അപ്പോൾ ക്ലാസ് ഓൺ ഗോയിങ് ആയിരുന്നു, ആ സമയത്ത് ഉറങ്ങി. ഓക്കെ, അപ്പം ഇറ്റ് ഷോസ് ഹാപ്പനിങ് വിത്തിൻ എ ടൈം പീരീഡ്. ഓക്കെ, ഫോർ ഷോസ് എ ഡ്യൂറേഷൻ, എത്ര നേരം എന്ന് കാണിക്കാനാണ് ഫോർ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഹി സ്ലെപ്റ്റ് ഫോർ 2 hours, അതായത് 2 മണിക്കൂർ, അത്രയും സമയം അവൻ ഉറങ്ങി. ഓക്കെ, അപ്പം ഫോർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഡ്യൂറേഷൻ കാണിക്കാനാണ്. മറ്റെന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് ഷോസ് സംതിങ് ഹാപ്പനിങ് വിത്തിൻ എ ടൈം പീരീഡ്, അതായത് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങി. എത്ര നേരം ഉറങ്ങി, 2 മണിക്കൂർ ഉറങ്ങി. അപ്പം ആ ഡ്യൂറേഷൻ കാണിക്കാനാണ് നമ്മൾ ഫോർ യൂസ് ചെയ്യുന്നത്. എപ്പോൾ എന്ന് കാണിക്കാൻ, ആ ടൈം പീരീഡ്, അപ്പോൾ എപ്പോഴാണ് ഉറങ്ങിയത് എന്ന് ടൈം പീരീഡ് കാണിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഡ്യൂറിങ് എന്ന് പറയുന്ന ആ ഒരു ടൈം ഇൻ്റർവൽ കാണിക്കാനാണ് നമ്മൾ ഡ്യൂറിങ് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യുക. ഓക്കെ, ഐ ഹോപ്പ് ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി ബാക്കി ICSE പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷനായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.